സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ നയതന്ത്രപരമായ തീരുമാനമുണ്ടാകുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗചി വ്യക്തമാക്കുന്നു. MS Now ചാനലിലെ മോർണിംഗ് ഷോ പരിപാടിയിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ മേഖലയിൽ വിന്യസിച്ച സാഹചര്യത്തിൽ യുദ്ധഭീതി നിലനിൽക്കുകയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നിർണായക പ്രതികരണം വന്നിട്ടുള്ളത്. പ്രസിഡന്റ് ട്രംപിന്റെ മധ്യേഷ്യൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫിന് സമർപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇറാൻ തയ്യാറാക്കി വരികയാണ്. 2-3 ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തിയാകുമെന്നും മേലധികാരികളുടെ അംഗീകാരം ലഭിച്ചാലുടൻ അമേരിക്കയ്ക്ക് കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താൻ അമേരിക്ക ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഇറാൻ അത് സ്വമേധയാ നിർത്താൻ നിർദ്ദേശിക്കുന്നില്ല എന്നും അരഗചി വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് ഉറപ്പാക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങൾ യുദ്ധത്തിനും തയ്യാറാണ്, സമാധാനത്തിനും തയ്യാറാണ് എന്ന് പറഞ്ഞ അരഗചി ഈ പ്രശ്നത്തിന് സൈനികപരമായ ഒരു പരിഹാരവുമില്ല എന്നും നയതന്ത്രത്തിലൂടെ മാത്രമേ ശാശ്വത പരിഹാരം സാധ്യമാകൂ എന്നും കൂട്ടിച്ചേർത്തിരുന്നു. 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനമുണ്ടാകണമെന്ന് ട്രംപ് അന്ത്യശാസനം നൽകിയ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഈ നീക്കം വരുന്നത്. തങ്ങളുടെ ആയുധങ്ങൾ പ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണ് എന്നും പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം അനാവശ്യമാണ് എന്നും ഇറാൻ ആവർത്തിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ചർച്ചകൾ നടന്നേക്കും. അണുബോംബ് നിർമ്മിക്കില്ല എന്ന് ഇറാൻ ഉറപ്പ് നൽകിയാൽ ആണവ സമ്പുഷ്ടീകരണം തുടരാൻ US പ്രസിഡന്റ് ട്രംപ് അനുമതി നൽകിയേക്കുമെന്ന റിപ്പോർട്ടുകളും വരുന്നു. US-ന്റെ ആവശ്യങ്ങൾ ഇറാൻ അംഗീകരിച്ചില്ലെങ്കിൽ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി കരുതപ്പെടുന്ന മകനെയും മറ്റ് പുരോഹിത നേതൃത്വത്തെയും വധിക്കാൻ ട്രംപിന് പദ്ധതികൾ ഉണ്ട് എന്നും US പ്രസിദ്ധീകരണമായ ആക്സിയോസ് വെളിപ്പെടുത്തുന്നു. മധ്യേഷ്യയിൽ US വൻതോതിൽ സൈനിക സന്നാഹം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത്. രാഷ്ട്രീയമായി ഗുണകരമായ ഒരു കരാർ സ്വീകരിക്കാൻ ട്രംപ് തയ്യാറാകും. ആക്രമണം ഒഴിവാക്കണമെന്ന് ഇറാൻ ഞങ്ങളോട് ഒരു വാഗ്ദാനം നൽകണം. അവർ സമയം പാഴാക്കുകയാണ്. കളി തുടർന്നാൽ ഞങ്ങളുടെ ക്ഷമ നശിക്കും. ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഓരോ സാഹചര്യത്തിനും അനുയോജ്യമായ പദ്ധതികൾ US-ന്റെ പക്കലുണ്ടെന്നും അതിലൊന്നാണ് ഖമനേയെയും മകനെയും വധിക്കുക എന്നതെന്നും ഒരു ഉപദേശകർ വെളിപ്പെടുത്തി. ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ നയതന്ത്രപരമായ പരിഹാരത്തിനുള്ള പ്രതീക്ഷകൾ മങ്ങുന്നതോടെ ഇറാനും US-ഉം സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് ഗൾഫിലെയും യൂറോപ്പിലെയും ഉദ്യോഗസ്ഥർ പറയുന്നു. 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ് US ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇസ്രയേലും US-ഉമായി ചേർന്ന് സംയുക്ത സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുന്നതായാണ് വിവരം. യുറേനിയം സമ്പുഷ്ടീകരണം, മിസൈലുകൾ, ഉപരോധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളിൽ കഴിഞ്ഞ 2 ചർച്ചകളും പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ ഇരുപക്ഷവും ധാരണയിൽ എത്തിയതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗചി പറഞ്ഞു. വരും ദിവസങ്ങളിൽ ഇറാൻ രേഖാമൂലം നിർദ്ദേശം സമർപ്പിക്കും. ഇറാൻ നൽകുന്ന നിർദ്ദേശങ്ങൾ വളരെ വിശദമായിരിക്കണമെന്നും അത് ആണവ പദ്ധതി സമാധാനപരമാണ് എന്ന് തെളിയിക്കുന്നതായിരിക്കുമെന്നും US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം ഇറാനിൽ പരിമിതമായ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന സൂചന അമേരിക്കയിൽ നിന്നും വന്നതിന് പിന്നാലെ പോർച്ചുഗലിലെ ലാജേസ് വിമാനത്താവളത്തിൽ US സൈനിക വിമാനങ്ങൾ ഇറങ്ങി. യുദ്ധവിമാനങ്ങൾക്കൊപ്പം റീഫ്യൂവലിംഗ് ടാങ്കുകൾ, ചരക്കു നീക്കം സാധ്യമാകുന്ന C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ എന്നിവയാണ് ഇവിടേക്ക് എത്തിയത്. വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ വിന്യസിച്ച് അമേരിക്ക സൈനിക നീക്കം ശക്തമാക്കിയതിന് പിന്നാലെ നിർണായക പ്രഖ്യാപനവുമായാണ് ഇറാൻ സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ നയതന്ത്രപരമായ തീരുമാനം ഉണ്ടാക്കാമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത്. ഈ അഭിമുഖം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ലോകമെമ്പാടും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനെ US ഏതു നിമിഷവും ആക്രമിച്ചേക്കാവുന്ന ആശങ്കകൾക്കിടയിലാണ് വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം പുറത്തുവന്നത്. അതിനിടെ നയതന്ത്ര ശ്രമം പരാജയപ്പെട്ടാൽ ഇറാനെതിരെ സ്വീകരിക്കേണ്ട നടപടി US സൈന്യം പ്രസിഡന്റ് ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട്. ഇറാനിലെ ഉന്നതരെ ലക്ഷ്യമിടുന്നത് മുതൽ ഭരണകൂട മാറ്റം വരെയുള്ള പദ്ധതികൾ US-ന്റെ പരിഗണനയിൽ ഉണ്ടെന്നാണ് കരുതുന്നത്. സംഘർഷങ്ങൾക്കിടയിലും വൈകാതെ ആണവ കരാറിൽ എത്താനായേക്കുമെന്ന് US-ഉം പരോക്ഷ ചർച്ച നടത്തുന്ന ഇറാൻ സംഘർഷ സംഘം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. നേരത്തെ യുദ്ധഭീതിയുടെ പശ്ചാത്തലത്തിൽ സെർബിയയും സ്വീഡനും തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ അമേരിക്ക തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വ്യക്തമാവുകയാണ്.
ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്ന് നിൽക്കുമ്പോഴാണ് ഈ ഒരു നീക്കം വരുന്നത്. അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും സമാധാനപരമായിട്ടുള്ള നീക്കം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ആണവ കരാറിൽ എത്താനായേക്കുമെന്നാണ് US-ഉം ആയുള്ള പരോക്ഷ ചർച്ച നടത്തുന്ന ഇറാൻ സംഘം പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. നേരത്തെ യുദ്ധഭീതിയുടെ പശ്ചാത്തലത്തിൽ സെർബിയയും സ്വീഡനും തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും ഈ ഘട്ടത്തിലാണ് ഇറാൻ വിടണ്ട, അതായത് യുദ്ധം ഇപ്പോഴൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു ആശ്വാസ വാക്കുകൾ കൂടി ഏതാനും നിമിഷങ്ങൾക്കകം വരുന്നത്. കഴിഞ്ഞ ദിവസം 10 ദിവസത്തിനെയും 15 ദിവസത്തിനെയും കണക്കുകൾ, 5 ദിവസത്തിന്റെ കണക്കുകളൊക്കെ തന്നെ അമേരിക്ക മുന്നറിയിപ്പായി നൽകിയിരുന്നു. ഇനിയൊരു യുദ്ധം ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ ഇറാന്റെ സർവനാശവും അമേരിക്കയുടെ പകുതിയിലധികം അല്ലെങ്കിൽ ഇറാന്റെ വൻ ശക്തി അറിയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നീക്കം. ഞങ്ങൾക്ക് യുദ്ധത്തിനും തയ്യാറാണ്, ഞങ്ങൾ സമാധാനത്തിനും തയ്യാറാണ് എന്നാണ് പറയുന്നത്. അതായത് സ്നേഹിച്ചാൽ അങ്ങേയറ്റം സ്നേഹിക്കും, കൊന്നാൽ അങ്ങേയറ്റം നെക്കിക്കൊല്ലും എന്ന് പറയുന്ന ഒരു മട്ടാണ്. യുദ്ധമാണെങ്കിൽ ഞങ്ങളും യുദ്ധം, സമാധാനമാണെങ്കിൽ ഞങ്ങളും സമാധാനം, അതേ ഒരു നിലപാടാണ് ഇറാൻ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. യുദ്ധത്തിൽ ഇറാനെ അമേരിക്കയ്ക്ക് നിഷ്പ്രയാസം തോൽപ്പിക്കാൻ കഴിയുമെങ്കിലും ഇപ്പോൾ ഓരോ വർഷം കഴിയും തോറും ഇറാന്റെ ആയുധ ശേഖരണവും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണവും ഒക്കെ തന്നെ വർദ്ധിക്കുന്നുണ്ട്. വലുതായിട്ടല്ലെങ്കിൽ പോലും ചെറുതായും അമേരിക്കയ്ക്ക് വലിയൊരു കേടുപാട് സംഭവിപ്പിക്കാൻ ഇറാൻ വിചാരിച്ചാലും സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, പ്രത്യേകിച്ചും അമേരിക്കയ്ക്ക് അകത്ത് കയറി അടിക്കുന്നതിനേക്കാൾ കൂടുതൽ അമേരിക്കയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഇറാന്റെ ഏറ്റവും അടുത്ത സൗദിയിലും അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് ഒരു അറ്റാക്ക് നടത്തിയാൽ തന്നെ അമേരിക്കയ്ക്ക് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അത് ഇറാൻ വഴി ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല.